വിവിധ കോടതികളിൽ സർക്കാർ വക്കീലന്മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. ജൂനിയറായ പലരെയും സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി ഉയർന്ന തസ്തികയിൽ നിയമിക്കുകയും അവരെക്കാൾ സീനിയറായവരെ അവർക്ക് താഴെ നിയമിക്കുകയും ഒക്കെ ചെയ്തത് പോട്ടെ, മറ്റു പാർട്ടിക്കാരെയും എക്കാലവും കോൺഗ്രസിനെതിരെ പരസ്യമായി തെരഞ്ഞെടുപ്പിന് പോലും പ്രവർത്തിച്ചവരെ നിയമിച്ചത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പണ്ട് കുടുംബത്തോടെ കോൺഗ്രസ്സുകാരായിരുന്നെങ്കിലും അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് മറുകണ്ഠം ചാടി ഹൈക്കോടതിയിൽ പ്ലീഡറായ പാമ്പാടിക്കാരൻ ജിക്കു എന്ന വക്കീൽ പിന്നീട് ഉമ്മൻചാണ്ടി വന്നപ്പോൾ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി. പിണറായിയുടെ കാലത്ത് കൊടുത്തില്ല, പക്ഷേ ഇത്തവണ വീണ്ടും സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി. അഡ്വക്കേറ്റ് രാജു വടക്കേക്കര ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് ഗവൺമെന്റ് പ്ലീഡറായി സേവനമനുഷ്ഠിച്ച ആളാണ്. UDF ഭരണകാലത്തും എങ്ങനെ ഗവൺമെന്റ് പ്ലീഡറായെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ ഇടുക്കിയിൽ തോൽപ്പിക്കുവാൻ നിരന്തരം പണിയെടുത്ത ആളാണ് ഇദ്ദേഹം. ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന രാജു കാലാകാലങ്ങളിൽ കോൺഗ്രസിനെതിരായും UDFനെതിരായും നിന്നത് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഗവൺമെന്റ് പ്ലീഡറായി നിയോഗിച്ചത്. ആ രാജു വടക്കേക്കര എന്നയാൾ എന്ത് സേവനമാണ് ഈ കഴിഞ്ഞ കാലയളവിൽ UDFന് നൽകിയതെന്ന് നേതാക്കൾ വ്യക്തമാക്കണം. കാശ് വാങ്ങി ഗവൺമെന്റ് പ്ലീഡർമാരെ വെക്കുന്ന സമ്പ്രദായത്തിലാണ് രാജു ആയതെങ്കിൽ ആര് വെച്ചു, എങ്ങനെ വെച്ചു എന്നുള്ളത് UDF നേതാക്കൾ വ്യക്തമാക്കേണ്ടതാണ്. വാഴത്തോപ്പ് സ്വദേശിയായ ഇദ്ദേഹം ഒരു കാലത്തും UDFന് അനുകൂലമായി നിന്നിട്ടില്ല. പഠനകാലം മുതൽ ജനതാദൾ പാർട്ടിയിലും പിന്നീട് CPM-ഉം ആയിട്ടാണ് സഹകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇതുപോലുള്ള സ്ഥാനം നൽകുന്നത് സാധാരണ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നടപടി തന്നെയാണ്. ഓരോ തവണയും ലോയേഴ്സ് കോൺഗ്രസ് എന്ന സംഘടനയെ തല്ലോടി മുക്കാൽ ഭാഗം ആവുമ്പോഴേക്കും കോൺഗ്രസ് നേതാക്കന്മാർ അതിനെ എങ്ങനെ പൊളിച്ച് കളയാമെന്ന വഴി കണ്ടുപിടിക്കും. അങ്ങനെ 3 വർഷം മുൻപ് VS ചന്ദ്രശേഖരൻ എന്ന ഹൈക്കോടതി വക്കീൽ പുനഃസംഘടനയ്ക്കുള്ള ക്രമീകരണങ്ങൾ തുടങ്ങി. അദ്ദേഹം അന്ന് സുധാകരനുമായി അടുപ്പമുള്ള ആളും ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 7-8 മാസം കൊണ്ട് പാർട്ടി VD സതീശന്റെയും സണ്ണി ജോസഫിന്റെയും കയ്യിലേക്ക് ഒതുങ്ങിയപ്പോൾ ഇത് പൊളിച്ചു കളയാൻ അവർ തീരുമാനിക്കുന്നു. അതിനുള്ള പണികളും ആരംഭിച്ചു. ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ്, മറ്റ് നേതാക്കൾ കൊടുത്ത ലിസ്റ്റും ഒന്നും കാര്യമായി പരിഗണിച്ചിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. CPI-ക്കാരും CPM-കാരും BJP-ക്കാരും ഒക്കെ കടന്നുകൂടിയിട്ടുണ്ട്. AG പോലും കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണെന്നാണ് ലഭിക്കുന്ന വിവരം.